തുടങ്ങാം. നിങ്ങളുടെ ക്രൂരമായ പീഡനം കാരണമാണ് വിനീത മരിച്ചെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന സ്വർണത്തിന് വേണ്ടിയല്ലേ ഈ ക്രൂരത ചെയ്തത്? അയ്യോ അല്ല സർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രസീതയുടെ കല്യാണത്തിന് വിനീതയുടെ വീട്ടിൽ നിന്ന് അവർക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ പണം നൽകണമെന്ന് നിങ്ങൾ വാശി പിടിച്ചില്ലേ? പ്രസീതയുടെ കല്യാണത്തിന് വിനീതയുടെ വീട്ടിൽ നിന്ന് അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ പണം വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ചില്ലേ? ഏയ് ഒരിക്കലുമില്ല. മൂന്നാറിലെ ഒരു റിസോർട്ട് വാങ്ങാനല്ലേ നിങ്ങൾ വിനീതയോട് സ്വർണം ആവശ്യപ്പെട്ടത്? ഇല്ല. ശരിയാണ് സർ, എല്ലാം ആ സമയത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചു പോയത്. മതി, ഇത്രയും മതി. ഞാൻ വരുന്നവരെ ഇവരിവിടെ ഇരിക്കട്ടെ. സർ. പ്രസീതയുടെ കുറ്റസമ്മതം മതി നമുക്ക് അറസ്റ്റ് രേഖപ്പെടുത്താൻ. അത് മാത്രം പോരാ, ആ മൊഴിയൊന്നും കോടതിയിൽ നിലനിൽക്കില്ല. അതെല്ലാം പ്രസീത തന്നെ മാറ്റി പറയും. അതെ, നമുക്ക് ശക്തമായ തെളിവുകളും സാക്ഷികളും വേണം. ആവശ്യത്തിനുള്ളതെല്ലാം നമുക്കായിട്ടുണ്ട്. ബാക്കി അവരെ കൊണ്ട് സമ്മതിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വെറുതെ ചെന്ന് പറഞ്ഞാലൊന്നും അവര് കുറ്റം സമ്മതിക്കില്ല. നമ്മൾ ചെന്നാ അവര് ലോക്ക് ചെയ്തിരിക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. നമുക്കാദ്യം ആ ഗോൾഡിന്റെ കാര്യത്തിൽ ഒരു റെയ്ഡ് മഹസർ തയ്യാറാക്കി പ്രസീതയെ ഇവിടെ തന്നെ ഇരുത്താം. പിന്നെ ഒരു ഇൻഫർമേഷനും ലീക്കാവാതെ നേരെ പ്രദീപിന്റെ വീട്ടിൽ കയറി അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. അതിനുള്ള തെളിവുകളുമായിട്ട് വേണം നമ്മൾ പോവാൻ. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത ശേഷം ഒന്നിച്ച് കോടതിയിൽ ഹാജരാക്കാം. ഓക്കെ, എങ്കിലങ്ങനെ ചെയ്യാം. നമ്മൾ അവിടെ ചെന്ന് കയറുന്നതിന് മുൻപ് കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തണം. അപ്പുറത്തെ വശത്ത് പോലീസുകാർ എത്തിയിട്ടുണ്ട്. CI വന്ന ശേഷം അകത്തേക്ക് കയറിയാൽ മതിയെന്നാ പറഞ്ഞത്. ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് ആരും രക്ഷപ്പെടരുത്. ഗേറ്റിന്റെ ഭാഗത്തേക്ക് ഞാൻ പോവാം. CI സാർ എത്തുമ്പോൾ ഞാൻ സിഗ്നൽ തരാം. ഓക്കെ, എന്തുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.